ഹലോ ഗെയ്സ്, ഇന്നൊരു ജഗ്ഗപ്പൊക്കെ വീഡിയോ ആണ് കേട്ടോ. വേറൊന്നല്ല, അന്ന് വരുന്നേ ഉള്ളൂ മക്കളെ. അങ്ങനെതാ ഞങ്ങൾ കുട്ടികളൊക്കെ രണ്ടുപേരെ ഉറക്കി കിടത്തിട്ടോ ഭക്ഷണമൊക്കെ കൊടുത്ത് അവർ ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ അനിയത്തി ഇന്നൊരു പ്രത്യേക സ്പെഷ്യൽ ഫേഷ്യൽ കിറ്റൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നല്ലോ. കൂട്ടത്തിൽ ഞങ്ങളതാ ഒരു പാചകവും. അപ്പൊ അവള് കുട്ടി ഉറങ്ങിയ സമയത്ത് തന്നെ അവൾ ഇതെല്ലാം റെഡിയാക്കിയിട്ട് അവള് തേച്ച് ഫേസിലൊക്കെ ഇട്ടിട്ട് അവളൊന്നും മിണ്ടുന്നൊന്നുമില്ല കേട്ടോ. എന്താണ് ഏതാണെന്ന് ചോദിച്ചപ്പോഴൊന്നും മറുപടി ഒന്നും പറയുന്നുണ്ടായിരുന്നില്ല. അപ്പൊ അവളുടെ കണ്ടപ്പോ എനിക്കൊരു കൊതി. ഞാനും കുറേശ്ശെ എടുത്ത് ഞാനും തേക്കട്ടെ എന്ന് ചോദിച്ചതാണ്. അവള് പറഞ്ഞു ഞാൻ തേച്ചതിന് ശേഷം ബാക്കി ഉണ്ടെങ്കിൽ ചേച്ചിക്ക് തരാമെന്ന്. ശരി, ഞങ്ങൾ അങ്ങനെ കോംപ്രമൈസിന് തയ്യാറായിട്ടോ ഞാന്. അപ്പൊ നീ തേച്ചിട്ട് ബാക്കി ഉണ്ടെങ്കിൽ എനിക്ക് താന്ന് പറഞ്ഞു കേട്ടോ. അപ്പൊ അങ്ങനെ അവളതാ കുറച്ച് ചീരയൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അമ്മ. അപ്പൊ അതെല്ലാം അരിഞ്ഞ് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പൊ അവൾ ഇതെല്ലാം ഫേസിലിട്ടിട്ട് അവളെല്ലാം പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിന്റെ ഇൻഗ്രീഡിയൻസ് ഇതിൽ എന്തൊക്കെയാണ് ആഡ് ചെയ്തിരിക്കുന്നതെന്ന് കറക്റ്റ് ആയിട്ട് എനിക്കറിയില്ല. അപ്പൊ നമുക്ക് ഈ ഫേഷ്യൽ കിറ്റ് എന്തൊക്കെയാണ് ഇതിൽ ചേർത്തിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് വരും വീഡിയോയിൽ വേണമെങ്കിൽ നമുക്ക് ഉൾപ്പെടുത്തട്ടെ. കാരണം എന്താണെന്ന് വെച്ചാൽ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയണേ. പക്ഷെ എന്തായാലും ഞാൻ ഇട്ടതിന് ശേഷം എന്തായാലും നല്ല റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അങ്ങനെ ഇതാ അവള് കിച്ചണിൽ ഓരോ വർക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ എന്തായാലും അതിന്റെ ബാക്കി കുറച്ച് ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ചല്ല, കുറച്ചധികം ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു അമ്മയ്ക്ക് കൂടി കുറച്ച് ഇട്ട് കൊടുക്കാന്നൊക്കെ. അപ്പൊ അമ്മ പറഞ്ഞു അമ്മയ്ക്ക് കരിമുഖത്തിന്റെ ഒക്കെ പ്രശ്നമുള്ളതാട്ടോ. അപ്പൊ അമ്മയ്ക്കും കുറച്ച് ഇട്ട് കൊടുക്കാന്നൊക്കെ വിചാരിച്ചിട്ടോ. അപ്പോഴത്തേനും മക്കളുടെ ഒരാൾ എണീച്ചു, അമ്മ അതിനെ ആട്ടാൻ പോയിട്ടോ. അങ്ങനെ അമ്മയ്ക്ക് കുറച്ച് തിരക്കായിട്ടോ. അതുകൊണ്ട് പിന്നെ അമ്മേനെ ഞങ്ങൾ അതിന് നിർബന്ധിച്ചില്ല, പാവം. അങ്ങനെ ഞാനിതാ ഇട്ടുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. അപ്പൊ കഴുത്തിലും എല്ലാം നെക്കിലൊക്കെ ഫുള്ള് ഇട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ റിസൾട്ട് കിട്ടുള്ളൂ. നമ്മൾ വേറെ എന്തെങ്കിലും ഇപ്പം നമ്മൾ മേക്കപ്പ് എന്തെങ്കിലും ഇടുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫേസിൽ നെക്കുമ്പോൾ വേറെ ഡിഫറൻസ് ആയിട്ടുള്ള നമുക്കൊരു നിറവ്യത്യാസം നമുക്ക് ഇത് ചെയ്യും. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്ന് പറയാൻ നെക്കിലും ഇട്ടും അതേപോലെ തന്നെ ഫേസിലും ഒരേപോലെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതിനോട് 20 മിനിറ്റ് ഒക്കെ വെച്ചുകൊണ്ടിരിക്കാനാട്ടോ അവളെ എന്നോട് പറഞ്ഞിട്ടുള്ളത്. ഇതിനെ പറ്റി എനിക്ക് കൂടുതൽ അറിവൊന്നുമില്ല. അപ്പൊ എന്ത് ചെയ്തു, ഞാൻ എന്തായാലും ഒരു 20 മിനിറ്റ് അല്ല ഒരു 30 മിനിറ്റോളം ഞാൻ വെച്ചു കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോളെ ഉറങ്ങായിരുന്നു, പിന്നെ വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ ഇന്ന് കിച്ചണിലൊന്നും കയറിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ എന്തായാലും ഇന്ന് റെസ്റ്റ് ആയിരുന്നു. വീട്ടിലെത്തിയ ദിവസമല്ലേ, അങ്ങനെ വീട്ടിൽ വന്നാലല്ലേ നമുക്കൊന്നൊക്കെ റെസ്റ്റ് എന്നൊക്കെ എടുക്കാനൊക്കെ പറ്റുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇങ്ങനെയുള്ള കലാപരിപാടികളൊക്കെ നമുക്ക് നടത്തണം എന്നുണ്ടെങ്കിൽ ഇവിടെ വരുമ്പോഴേക്കേ അതൊക്കെ പറ്റുള്ളൂ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അമ്മ ഉണ്ടല്ലോ ഇവിടെ മോളെ നോക്കാനൊക്കെ. അപ്പൊ അത് വിചാരിച്ചിട്ട് ഞാനങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്തായാലും ഫേസും നെക്കും എല്ലാം. പിന്നെ നമുക്ക് വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും നമുക്ക് എന്താ പറയാ പുറത്തുനിന്നുള്ള ഒന്നും ആഡ് ചെയ്യുന്നില്ല. ഒക്കെ നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ കണ്ണിന്റെ 4 പറൊക്കെ എന്തായാലും ഇട്ടിട്ട് നല്ലോണം വെച്ച് പൊത്തിയിട്ടുണ്ട് കേട്ടോ. എങ്ങനെയുണ്ട് ഗൈസ്, നന്നായിട്ടുണ്ടോ? ഞാനൊരു ഡാൻസ് ഒക്കെ ചെയ്ത് ഞാൻ അങ്ങനെ എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാനൊരു 30 മിനിറ്റോളം ഞാൻ ഇട്ടിട്ട് വേറെ അങ്ങോട്ട് പുറത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റില്ല കേട്ടോ. അത്രയ്ക്ക് ചൂടാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെയിലിന്റെ ആവി അടിക്കാൻ പറ്റില്ല കേട്ടോ. രാവിലത്തെ വെയിലും ഉച്ച തിരിയുന്ന വരെയുള്ള ഒരു വെയിൽ എന്ന് പറയുന്നത് സഹിക്കാൻ പറ്റില്ല കേട്ടോ. അപ്പൊ അങ്ങനെ ഞാനിതാ കിച്ചണിൽ തന്നെ വന്നിട്ട് ഇതാ നെക്കിലെയും ഫേസിലൊക്കെ ക്രീമെല്ലാം തേച്ച് കളയുകയാണ് കേട്ടോ. ഞാൻ കുറച്ചു നേരം അങ്ങനെ തേച്ച് കളഞ്ഞ് നല്ല ഫേസ് നല്ല തണുത്ത വെള്ളത്തിൽ തന്നെ നല്ല വാഷ് ചെയ്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ വാഷ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു വ്യത്യാസം കാണുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അനിയത്തി അപ്പോഴത്തന്നെ പറയുന്നുണ്ടായിരുന്നു, അവളാണ് എനിക്ക് വീഡിയോ ഒക്കെ എടുത്ത് തന്നത് കേട്ടോ. അപ്പോൾ അവള് പറഞ്ഞു ചേച്ചി നല്ല വ്യത്യാസം ഉണ്ട് കേട്ടോ നിനക്ക് എന്നൊക്കെ പറഞ്ഞോളൂ. അപ്പോൾ എനിക്ക് ഭയങ്കര ഒന്നും കൂടി ഒരു കോൺഫിഡൻസ് ആയി. അപ്പോൾ നമുക്കിത് ഡെയിലി ട്രൈ ചെയ്യാൻ പറ്റുന്നതാണോ എന്നൊക്കെ ഞാൻ അവളോട് ചോദിച്ചപ്പോൾ ചെയ്ത് നോക്കും, നല്ല റിസൾട്ട് ഉണ്ടാവും. അപ്പോൾ അവളെന്തായാലും ചെയ്യാൻ തുടങ്ങി. അവൾക്ക് എന്തായാലും അടുത്തൊരു വെഡിങ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അവൾ ഇതെല്ലാം പ്രിപ്പയർ ചെയ്തത്. ഒരാഴ്ചത്തോളം എന്തായാലും അവൾ കണ്ടിന്യൂസ് ആയിട്ട് ഇത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഫേസൊക്കെ വാഷ് ചെയ്തു. അങ്ങനെ വന്ന് പുറത്ത് നിന്ന് നോക്കുമ്പോൾ നല്ല ഡിഫറൻസ് കിട്ടും ഫേസൊക്കെ. അപ്പോൾ അതിനുശേഷം ഞാൻ എൻ്റെ അടുത്ത് ഇതിനെ പറ്റി വേറെ ഒരു ഐറ്റംസ് ഒന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ അവളുടെ അടുത്ത് കുറച്ച് മേക്കപ്സ് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സൺസ്ക്രീനൊക്കെ ഉണ്ടായിരുന്നു ഒരു 50 കേട്ടോ. അപ്പം ഞാൻ അതിന് കുറച്ച് സൺസ്ക്രീനൊക്കെ വാരി വേച്ച് നന്നായിട്ട് അപ്ലൈ ചെയ്ത് ഫേസിൽ കിട്ടും. അപ്പോൾ അതിന് ശേഷം ഞങ്ങളിതാ തോരനൊക്കെ ആയി, മോര് കാച്ചിയതുണ്ട്, മുളക് പൊട്ടിച്ചതുണ്ട്. അങ്ങനെ ഞാനും അമ്മയൊക്കെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞു കേട്ടോ. അമ്മയാണ് ഞങ്ങൾക്ക് വീഡിയോ എടുത്ത് തരുന്നത്. അപ്പം അങ്ങനെ ഞാനും അനിയത്തി ഇതാ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേനും മക്കളൊക്കെ എണീച്ചിരിക്കുന്നു കേട്ടോ. അവരതാ അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ആണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നൊക്കെ വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. കൂടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ടാറ്റാ ബൈ.